നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി സൗത്തിലെ അനധികൃത നിർമ്മാണം നഗരസഭാ ചെയർപേഴ്സൺ ആലിഷിബുവിന്റെ നേതൃത്വത്തിൽ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് നിർത്തിവെപ്പിച്ചു. സൗത്തില് ഈ കെട്ടിടത്തില് അനധികൃത നിർമ്മാണം ഇപ്പൊ ഏകദേശം ഒരു 3 ആഴ്ചയോളായി. വിയൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമിൽ ഡ്രോൺ സർവേയിലിംഗ് സംവിധാനത്തിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ട്രയൽ റൺ സംഘടിപ്പിച്ചു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ചുണ്ടാകുന്ന തെറ്റുകൾ അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതി. വൈസ്മാൻ ഇന്റർനാഷണൽ ചാലക്കുടി മെയിൻ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ 26-ാം തീയതി ഞായറാഴ്ച ജൂബിലി ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. കൗൺസിൽ പ്രസിഡന്റ് ജോയ് കരിപ്പായി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റ് 17-ാം ബ്ലോക്കിലെ അംഗൻവാടിക്ക് നേരെ വീണ്ടും കാട്ടാന ആക്രമണം. അങ്കമാലി വ്യാപാര സ്ഥാപനത്തിൽ വീണ്ടും മോഷണം. ജനറേറ്ററിന്റെ കോപ്പർ വയറുകൾ കവർന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തെ ലഹരി വിമുക്തമാക്കാൻ വേങ്ങൂരിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടി സൗത്തിലെ അനധികൃത നിർമ്മാണം നഗരസഭാ ചെയർപേഴ്സൺ ആലിഷിബുവിന്റെ നേതൃത്വത്തിൽ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് നിർത്തിവെപ്പിച്ചു. സൗത്ത് ജംഗ്ഷനില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമായ നമ്മളുടെ ഈ ഇറിഗേഷൻ കനാലിനോട് ചേർന്ന് ഈ സൗത്തില് ഈ കെട്ടിടത്തില് അനധികൃത നിർമ്മാണം ഇപ്പൊ ഏകദേശം ഒരു 3 ആഴ്ചയോളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ 3 ആഴ്ച കാലം നമ്മൾ ചാലക്കുടി നഗരസഭയും അതേപോലെ തന്നെ ചാലക്കുടി പോലീസും ബന്ധപ്പെട്ട ഈ അനധികൃത നിർമ്മാണത്തിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ട് പോലും ഇവിടുത്തെ ഈ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ എല്ലാവരും കൗൺസിലിന്റെ എല്ലാവരും ബഹുമാനപ്പെട്ട പോലീസ് അടക്കം ഇവിടെ എത്തിച്ചേർന്നത്. ഇതിനു മുമ്പ് തന്നെ 2 പ്രാവശ്യം നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ഈ ആദ്യം തന്നെ കിടക്കുന്ന സ്ഥലത്ത് ഇറിഗേഷന്റെ കനാല് വളച്ചു കെട്ടിയെടുത്തൊക്കെ ആയിരുന്നു. അതിനോട് ചേർന്ന് ഇപ്പുറത്തെ ഭാഗം കുറച്ച് അളന്നു നോക്കി കഴിഞ്ഞപ്പോൾ ഈ ഭാഗം വരെ ഇറിഗേഷന്റെ ഇതിൽ പെട്ട ഭൂമിയും ഈ കെട്ടിടത്തിന്റെ പാർക്കിംഗ് പ്ലേസ് ആയ സ്ഥലമാണ് ഇതേപോലെ അടച്ചു കെട്ടിക്കൊണ്ടുള്ള പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗത്ത് ജംഗ്ഷനിൽ പള്ളി സ്റ്റോപ്പിന് എതിർഭാഗത്താണ് അനധികൃത നിർമ്മാണം നടന്നത്. ഇറിഗേഷൻ കനാൽ പുറമ്പോക്ക് കയ്യേറിയാണ് കെട്ടിട നിർമ്മാണം നടന്നത്. അനധികൃത നിർമ്മാണം സംബന്ധിച്ച് 1 മാസം മുമ്പ് പരാതി ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് നഗരസഭാ പ്രവർത്തികൾ നിർത്തിവെപ്പിക്കുകയും ചെയ്തിരുന്നു. അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റണമെന്ന നഗരസഭാ ഉത്തരവ് കെട്ടിട ഉടമ പാലിച്ചില്ല. മാത്രമല്ല അനധികൃത നിർമ്മാണം തുടരുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ പ്രതിപക്ഷാംഗങ്ങൾ കെട്ടിടത്തിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരവും നടത്തി. ഇതേ തുടർന്ന് നിർമ്മാണം നിർത്തിവെച്ചു. എന്നാൽ രാത്രിയും പകലും നിർമ്മാണം നടന്നതോടെ നഗരസഭ പോലീസിന്റെ സഹായത്തോടെ 1 ആഴ്ച മുമ്പ് പ്രവൃത്തികൾ നിർത്തിവെപ്പിച്ചു. എന്നാൽ ഉത്തരവ് ലംഘിച്ച് 2 ദിവസം മുമ്പ് വീണ്ടും നിർമ്മാണം ആരംഭിച്ചു. തുടർന്നാണ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് പ്രവൃത്തികൾ നിർത്തിവെപ്പിച്ച് തൊഴിലാളികളെ പറഞ്ഞുവിടുകയും ചെയ്തു. തീർത്തും അനധികൃതമായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് ഇവിടെ ഈ തുറന്ന് കൊണ്ട് തന്നെ ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകളും കൗൺസിലും അതേപോലെ തന്നെ മുനിസിപ്പൽ സെക്രട്ടറി, മുനിസിപ്പൽ എഞ്ചിനീയർ വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥര്, അതേപോലെ തന്നെ ചാലക്കുടി പോലീസ് ഈ പണിയുന്ന വ്യക്തികൾക്ക് താക്കീത് കൊടുക്കുകയും ഇനി പണി ഇവിടെ നടത്താൻ പാടില്ല, പൊളിച്ചു മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ഇവരോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അവർ വീണ്ടും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇന്നിവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാന ഒരു തിരക്കേറിയ ഒരു സ്ഥലമാണ് സൗത്ത് ജംഗ്ഷനിലെ പള്ളി സ്റ്റോപ്പിനോടനുബന്ധിച്ചുള്ള ഈ ജംഗ്ഷൻ. ഈ ജംഗ്ഷനിലെ മുന്നിൽ നിൽക്കുന്ന ജോയിലൊക്കെ ബേക്കറി, അതിനോടനുബന്ധിച്ചുള്ള നവ്യ ബേക്കറി, ഇന്ത്യൻ ബാങ്ക് അടക്കം നിൽക്കുന്ന ഈ കെട്ടിടത്തിന്റെ പാർക്കിംഗ് ആണ്. ഈ ടൗണിൽ ഈ കെട്ടിടത്തിലേക്ക് ധാരാളം പേർ കച്ചവട സ്ഥാപനങ്ങളെ ആശ്രയിച്ചു വരുന്ന പബ്ലിക് ഈ നാട്ടിലുള്ളവരുണ്ട്. ഇതൊക്കെ വന്നാൽ വാഹനങ്ങൾ ഈ നടു റോട്ടിൽ നിർത്തി സാധനങ്ങൾ വാങ്ങിക്കേണ്ട അവസ്ഥയും ഗതാഗത തടസ്സം സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുമാണ് ചാലക്കുടിക്ക് നേരിടേണ്ടി വരുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചാലക്കുടി പട്ടണത്തിലെ ഏറ്റവും തിരക്കേറിയ പ്രദേശങ്ങളൊന്നായ സൗത്ത് ജംഗ്ഷനിലെ പള്ളി സ്റ്റോപ്പിന് മുമ്പിലുള്ള ഈ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുനിസിപ്പൽ കൗൺസിലില് ഒരു മാസക്കാലം മുമ്പ് അവിടുത്തെ 17ാം വാർഡ് കൗൺസിലറായ ബഹുമാനപ്പെട്ട അൽഫോൺസ് ചാക്കോ ഈ കാര്യം ഉന്നയിച്ചു. അങ്ങനെ അവിടെ കൗൺസിൽ ഒന്നാകെ ഒറ്റക്കെട്ടായി അതിനെതിരെ ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം എടുത്തു. ഈ അനധികൃത നിർമ്മാണം ഇവിടെ നിർത്തലാക്കണം. ഇതുവരെ പണിത കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പൊളിച്ചു കളയുന്ന തീരുമാനം ഉണ്ടായിരുന്നു. വിയൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമിൽ ഡ്രോൺ സർവൈലൻസ് സംവിധാനത്തിന് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ട്രയൽ റൺ സംഘടിപ്പിച്ചു. കേരള ജയിൽ വകുപ്പിൽ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഡ്രോൺ സർവൈലൻസ് സംവിധാനത്തിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ട്രയൽ റൺ സംഘടിപ്പിച്ചത്. ട്രയൽ റൺ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ടെത്തി വിലയിരുത്തി. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ഡയറക്ടർ ജനറൽ എസ് ശ്രീജിത്ത്, മധ്യമേഖല ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് എസ് സജീവ് എന്നിവരും മുതിർന്ന ജയിൽ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഡ്രോൺ സാങ്കേതിക വിദ്യ പ്രവർത്തന രീതി, സുരക്ഷാ സാധ്യതകൾ, അടിയന്തര സാഹചര്യങ്ങളിലെ പ്രയോജനം എന്നിവയുടെ വിശദമായ അവതരണവും തത്സമയ പ്രദർശനവും നടന്നു. 139 ഏക്കർ വിസ്തൃതിയുള്ള വിയൂർ ജയിൽ കോംപ്ലക്സിൽ സെൻട്രൽ പ്രിസൺ, ഹൈ സെക്യൂരിറ്റി പ്രിസൺ, വനിതാ ജയിൽ, ജില്ലാ ജയിൽ, സബ് ജയിൽ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ 1700 മുതൽ 2000 വരെ തടവുകാരെ പാർപ്പിക്കുന്ന ഈ കോംപ്ലക്സിന്റെ ചില ഭാഗങ്ങളിൽ ചുറ്റുമതിലുകളുടെ അഭാവം, മരങ്ങൾ നിറഞ്ഞ ഭൂപ്രകൃതി, ജീവനക്കാരുടെ പരിമിതമായ എണ്ണം എന്നിവ സുരക്ഷാ നിരീക്ഷണത്തിന് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രോൺ സംവിധാനത്തിന്റെ സാധ്യതകൾ വിലയിരുത്തുന്നത്. ജയിൽ ചാട്ട ശ്രമങ്ങൾ, ജയിൽ പരിസരത്തേക്ക് നിരോധിത വസ്തുക്കൾ കടത്താനുള്ള ശ്രമങ്ങൾ, മതിലുകൾക്കും മരങ്ങൾക്കും മുകളിലൂടെ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ അതിവേഗം കണ്ടെത്തുന്നതിനും ആവശ്യമായ സാഹചര്യങ്ങളിൽ ഉടൻ പ്രതികരിക്കുന്നതിനും ഡ്രോൺ സാങ്കേതിക വിദ്യ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നും വിലയിരുത്തി. മനുഷ്യ വിഭവശേഷിക്കൊപ്പം ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ കൂടി സംയോജിപ്പിക്കുന്നതിലൂടെ ജയിൽ സുരക്ഷയും അച്ചടക്കവും കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഡ്രോൺ സാങ്കേതിക വിദ്യയ്ക്കൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത CCTV വിശകലന സംവിധാനവും പരീക്ഷണാടിസ്ഥാനത്തിൽ അവതരിപ്പിച്ചു. സംശയാസ്പദമായ ചലനങ്ങൾ, അസാധാരണ സംഭവങ്ങൾ, സുരക്ഷാ ഭീഷണികൾ എന്നിവ വേഗത്തിൽ തിരിച്ചറിഞ്ഞ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും പരിപാടിയിൽ വിശദീകരിച്ചു. കേരള ജയിൽ വകുപ്പിന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ നിർണായക ചുവടുവയ്പായി വിലയിരുത്തപ്പെടുന്ന ഈ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായതോടെ ഭാവിയിൽ സംസ്ഥാനത്തെ മറ്റ് ജയിലുകളിലും സമാന സാങ്കേതിക സംവിധാനങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്നും ജയിൽ വകുപ്പ് അറിയിച്ചു. അതോടൊപ്പം തന്നെ പരിശീലനവും നാളെ മുതൽ കേരളത്തിലെ SPC സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സിന് ഇവരുടെ പരിശീലനം നൽകുക. ഇത് ജയിലിന് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. കാരണം ഈ ഡ്രോൺ വളർത്തി കഴിഞ്ഞാൽ വനത്തിൽ ഒളിച്ചിരിക്കുന്ന ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന വസ്തുവകൾ കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ മൂവ്മെന്റ്, എല്ലാ മൂവ്മെന്റുകളെ ശ്രദ്ധിക്കാൻ കഴിയും. ജയിലിനകത്തും അതിന്റെ പുറത്തുള്ള മൂവ്മെന്റുകൾ, അതിനകത്തുള്ള മൂവ്മെന്റ് എല്ലാം കണ്ടെത്താൻ കഴിയും. അതുപോലെ വളരെ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ ഡ്രോൺ ഉപയോഗിച്ചാൽ എത്ര പേര് ക്രൗഡുണ്ട് എങ്ങനെ മാനേജ് ചെയ്യണം, ട്രാഫിക് മാനേജ്മെന്റ്, ക്രൗഡ് മാനേജ്മെന്റ്, പിന്നെ ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ മണ്ണിനടിയിൽ പോയി ആളുകളുണ്ടെങ്കിൽ അവരെ കണ്ടെത്താൻ വളരെ ഫലപ്രദമായി തന്നെ ഇത് ഉപയോഗിക്കാൻ കഴിയും. അത് ഞങ്ങൾ കുട്ടികൾക്ക് ഈ പരിശീലനം കൊടുക്കുന്നുണ്ട്.
ജയിൽ ഗ്രൂപ്പിൽ ആദ്യത്തെ ജയിൽ വ്യൂ സെൻട്രൽ ജയിലിൽ ഞങ്ങൾ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിഷ്കരണ പരിപാടികൾ ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ്. അത് ഉത്തരവുടൻ തന്നെ നടന്നു. അപ്പോൾ ആദ്യത്തെ ജയിൽ ഏറ്റവും ആധുനിക സൗകര്യങ്ങളോടുകൂടി ഇവിടുത്തെ ഈ ഇൻഫെക്ഷനും പരിശീലനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വ്യൂ ജയിലിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇത് AI ഫെസിലിറ്റി ഉള്ള ആദ്യത്തെ ഡ്രോണായിരിക്കും ഇന്ത്യയിൽ പ്രസൻസിൽ ഉപയോഗിക്കുന്നുണ്ടാവുക. കേരളത്തിൽ എന്തായാലും ഡ്രോൺ ഉപയോഗിക്കാൻ തന്നെ ശ്രമിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പലയിടത്തും ഈ ബ്ലോക്സിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇരിക്കുന്നിടത്തിരുന്നിട്ട് സൂപ്രണ്ടിനും മറ്റു ഉദ്യോഗസ്ഥർക്ക് വീക്ഷിക്കാനും അതിന് ത്വരിതഗതിയിൽ അതിന് വേണ്ട ഇടപെടൽ നടത്താനും സാധിക്കും. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടന്നു കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് നമ്മൾ അറിയാൻ പറ്റാറുള്ളൂ. കാരണം നമുക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റില്ല, ഒരേ സമയത്ത് എല്ലാവരും ഫിസിക്കൽ പ്രസൻസ് എൻഷുർ ചെയ്യാൻ പറ്റില്ല. അത് ഈ ഡ്രോണിന്റെ ഇടപെടൽ കൊണ്ട് ഒരു വലിയ പരിധിവരെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ചുണ്ടാവുന്ന തെറ്റുകൾ അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് ജഡ്ജിമാരായ PS നരസിംഹ, അലോക് അരാധെ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ പരാമർശം. ചോദ്യപേപ്പർ ചോർച്ച വിഷയം ഈ രീതിയിൽ തുടരാൻ അനുവദിക്കാനാവില്ലെന്ന് പറഞ്ഞ കോടതി വിഷയം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും നിരന്തരം വിലയിരുത്തുമെന്നും കേന്ദ്രത്തോട് പറഞ്ഞു. പരീക്ഷ പൂർണ്ണമായും ഓൺലൈനിലാക്കുമ്പോൾ എങ്ങനെയാണ് ഡാറ്റയുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്ന് പറയാനും കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ മികച്ച നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. കേസ് ജൂലൈ 27 കോടതി വീണ്ടും പരിഗണിക്കും. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പിഴവുകളുടെ പരമ്പരയ്ക്ക് അറുതി വരുത്തണമെന്ന് കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. അതേസമയം പരീക്ഷാ ചോദ്യങ്ങൾ ചോരുന്നത് തടയാൻ കൂടുതൽ കർക്കശമായ നിയമ ഭേദഗതിക്ക് കേന്ദ്രം ഒരുങ്ങുന്നതായാണെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച ഭേദഗതികൾ ചർച്ച ചെയ്തേക്കും. സംഘടിതമായി പരീക്ഷാ തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ നിലവിലുള്ളതിനേക്കാൾ കടുത്ത ശിക്ഷയും വൻതുക പിഴയും ഏർപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 2024 പാസാക്കിയ പബ്ലിക് എക്സാമിനേഷൻ ആക്ടിൽ ഭേദഗതികൾ വരുത്തിയാണ് നിയമം കൂടുതൽ ശക്തമാക്കുക. വൈസ്മാൻ ഇന്റർനാഷണൽ ചാലക്കുടി മെയിൻ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ 26 ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി മർച്ചന്റ് ജൂബിലി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കലാഭവമണി അവാർഡും PV നളൻ വിദ്യാഭ്യാസ അവാർഡും കുടുംബ സംഗമവും നടക്കും. വൈകിട്ട് 6 സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ക്ലബ്ബ് പ്രസിഡന്റ് ജോയ് കരിപ്പായി അധ്യക്ഷത വഹിക്കും. കലാഭവമണി അവാർഡ് നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു കലാഭവൻ ജോഷിക്ക് സമർപ്പിക്കും. ഒരു വർഷക്കാലയളവിൽ ചെറുതും വലുതുമായ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ക്ലബ്ബ് നേതൃത്വം നൽകിയതായി ഭാരവാഹികൾ അറിയിച്ചു. നിർധനരായ ഒരു കുടുംബത്തിന് 8 ലക്ഷത്തോളം രൂപയോളം ചെലവിൽ പുതിയൊരു ഭവനം നിർമ്മിച്ചു നൽകി. ഗവൺമെന്റ് ആശുപത്രിയിൽ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ഒരു TV സ്പോൺസർ ചെയ്യുകയും നിർധനരായ കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് വാങ്ങി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ പ്രസിഡന്റായി ജോഷി പുത്തിരിക്കലിനെയും സെക്രട്ടറിയായി ജോൺ ആളുകാരനെയും ട്രഷററായി ബിജു ജോർജിനെയും തെരഞ്ഞെടുത്തു. വാർത്താസമ്മേളനത്തിൽ ജോയ് കരിപ്പായി പ്രസിഡന്റ്, ബിജു ജോർജ് ട്രഷറർ, ജോഷി പുത്തിരിക്കൽ പ്രസിഡന്റ് ഇലക്ടഡ്, ജോൺ ആളുകാട് സെക്രട്ടറി ഇലക്ടഡ്, ജനറൽ കൺവീനർ മെൻഡസ് കണ്ണുകാടൻ എന്നിവർ പങ്കെടുത്തു. ജൂലൈ 26 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ചാലക്കുടി മർച്ചന്റ് ജൂബിലി ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് ജോയ് കരിപ്പായി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കുന്നു. 8ാമത് കലാഭവമണി അവാർഡ് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ആലിസ് ഷിബു ശ്രീ കലാഭവൻ ജോഷിക്ക് സമർപ്പിക്കുന്നു. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഡിസ്ട്രിക്ട് ഗവർണർ വൈസ്മാൻ MD ഇഗ്നേഷ്യസും ഇൻഡക്ഷൻ വൈസ്മാൻ VK തോമസ് DG എലക്ട് വിദ്യാഭ്യാസ അവാർഡ് ദാനം ശ്രീ ജിൽ ആന്റണി നിർവഹിക്കുന്നു. ജംഗ്ഷനിൽ നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ട് പാട്ടാവും ലോക സംഗീത ദിനത്തിനാണ്. അന്ന് കിട്ടിയ പൈസ നമ്മൾ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ആ പൈസ കൊടുത്തത്. ഇത് ഫ്രീ ആണ്. നമ്മൾ ഇവിടുന്ന് ഒരു യാത്ര പീച്ചി വരെയാണ് നമ്മുടെ ഈ ചാലക്കുടിയുടെ ഒരു ബൗണ്ടറി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളവിടെ അത് 36 ക്ലബ്ബാണ് ഈ ഡിസ്ട്രിക്റ്റിൽ ഉള്ളത്. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റ് 17ാം ബ്ലോക്കിലെ അംഗൻവാടിക്ക് നേരെ വീണ്ടും കാട്ടാനാക്രമണം.
അംഗൻവാടി കെട്ടിടത്തിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന സോളാർ വൈദ്യുതി വേലി തകർത്ത് അകത്ത് കയറിയ ആനക്കൂട്ടം കെട്ടിടത്തിന് മുകളിലേക്ക് പന മറിച്ചിടുകയായിരുന്നു. നിലവിൽ കാട്ടാനകൾ അംഗൻവാടിക്ക് സമീപം തന്നെ തമ്പടിച്ചിരുന്നു. മുമ്പും ഈ അംഗൻവാടി കെട്ടിടം കാട്ടാന ഭാഗികമായി തകർത്തിരുന്നു. തുടർന്ന് അയ്യമ്പുഴ പഞ്ചായത്തും പ്ലാന്റേഷൻ കോർപ്പറേഷൻ സംയുക്തമായി മുൻകൈയെടുത്താണ് കെട്ടിടം പുതുക്കി പണിയുകയും സുരക്ഷയ്ക്കായി വൈദ്യുതി വേലി നിർമ്മിക്കുകയും ചെയ്തത്. എന്നാൽ ഈ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തകർത്താണ് വീണ്ടും ആനക്കൂട്ടം എത്തിയത്. അതിരപ്പള്ളി ഭാഗത്തു നിന്നും സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പ്ലാന്റേഷൻ ഭാഗത്തേക്ക് തുരത്തുന്ന കാട്ടാനകൾ പ്ലാന്റേഷൻ മേഖലയിൽ കനത്ത നാശനഷ്ടമാണ് നിലവിൽ ഉണ്ടാക്കുന്നത്. പകൽ പോലും തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും പുറത്തിറങ്ങി നടക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളത്. പുഴയ്ക്ക് അക്കരെ നിന്നും തുരത്തിയ കാട്ടാനക്കൂട്ടം പ്ലാന്റേഷനിൽ ജോലിയെടുത്തിരുന്ന തൊഴിലാളികളെ ഓടിക്കുന്ന സാഹചര്യവുമുണ്ട്. പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് തൊഴിലാളികൾ രക്ഷപ്പെടാറുള്ളത്. അതിരപ്പള്ളിയിൽ നിന്നും ഓടിക്കുന്ന ആനകളെ പ്ലാന്റേഷൻ മേഖലയിൽ നിന്നും വനത്തിലേക്ക് കയറ്റിവിടാൻ വെറും 6 അംഗ സംഘം മാത്രമാണുള്ളത്. 3 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും 3 RRT വാച്ചർമാരും അടങ്ങുന്ന ഈ ചെറിയ സംഘത്തിന് ഇത്രയും വലിയ പ്രദേശത്തെ ആനക്കൂട്ടത്തെ നിയന്ത്രിക്കുവാൻ കഴിയാത്തത് ഏഴാറ്റുമുഖം റേഞ്ചിലെ വനപാലകരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പ്ലാന്റേഷൻ മേഖലയിൽ തമ്പടിക്കുന്ന കാട്ടാനകളെ കാണാനെത്തുന്ന വിനോദസഞ്ചാരികളും ഉദ്യോഗസ്ഥർക്ക് തലവേദന ഉണ്ടാക്കുന്നുണ്ട്. ആനകളെ പ്രകോപിപ്പിക്കുന്നതും അപകടകരമായ രീതിയിൽ അടുത്തേക്ക് ചെല്ലുന്നതും പതിവാണ്. ഇത് തടയാനെത്തുന്ന വനപാലകർക്ക് നേരെ ടൂറിസ്റ്റുകൾ തട്ടിക്കയറുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ശാശ്വതമായ പരിഹാരവും കൂടുതൽ വനപാലകരുടെ സേവനവും അടിയന്തരമായി ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോട്ടറി മീൻസ് ബിസിനസ് ഫെലോഷിപ്പ് ചാലക്കുടി ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ 26-ാം തീയതി ഞായറാഴ്ച പരിയാരം എൽമ ഗാർഡനിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ ചീഫ് ഗസ്റ്റായി EA നോബിയും ഗസ്റ്റ് ഓഫ് ഓണറായി പ്രമുഖ വ്യവസായി ആന്റണി തെറിയനും പങ്കെടുക്കും. പുതിയ ഭാരവാഹികളായി പോൾ പാറയിൽ ചെയർമാൻ, ജോൺ തെക്കേക്കര വൈസ് ചെയർമാൻ, ഡേവിസ് കല്ലിങ്ങൽ സെക്രട്ടറി, വിവേക് വാസുദേവൻ ജോയിന്റ് സെക്രട്ടറി, നിവിൻ ചെറാക്കുളം ട്രഷറർ എന്നിവർ ചുമതലയേൽക്കും. ബിസിനസ് ബന്ധങ്ങളെ സേവനത്തിന്റെ മൂല്യങ്ങളുമായി കൂട്ടിയിണക്കി സംരംഭകരുടെയും പ്രൊഫഷണലുകളുടെയും വളർച്ച ലക്ഷ്യമിടുന്ന പ്രസ്ഥാനമാണ് റോട്ടറി മീൻസ് ബിസിനസ് ഫെലോഷിപ്പ് എന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ MN അഖിലേഷൻ, പോൾ പാറയിൽ, ഡേവിസ് കല്ലിങ്കൽ, ജോൺ തെക്കേക്കര, C അജയ്കുമാർ എന്നിവർ പങ്കെടുത്തു. ഞങ്ങളുടെ ചാലക്കുടി RMBF-ൽ നമുക്കറിയാം എല്ലാ വർഷവും നമ്മൾ ഈ ഇൻസ്റ്റലേഷൻ പരിപാടി നടത്താറുണ്ട്. കഴിഞ്ഞ 4ാമത്തെ ചെയർമാനായിട്ടാണ് ഇപ്പോൾ ശ്രീ പോൾ പാറയിൽ സ്ഥാനമേൽക്കുന്നത്. കഴിഞ്ഞൊരു വർഷത്തെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ആഴ്ചകളിലും ബിസിനസ് മീറ്റിങ്ങുകളും നെറ്റ്വർക്ക് മീറ്റിങ്ങുകളും ഫെലോഷിപ്പ് മീറ്റിങ്ങുകളും അതുപോലെ റഫറലുകളും അതുപോലെ നമ്മുടെ പുതിയ സംരംഭകരെ നമ്മൾ ഉയർത്തുവാനുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു വർഷത്തെ ബിസിനസ് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഏകദേശം 6 കോടി രൂപയുടെ ബിസിനസ് നമുക്ക് ഈ പ്രസ്ഥാനത്തിലൂടെ അംഗങ്ങൾക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പറയാനുള്ളത്. അങ്കമാലിയിൽ വ്യാപാര സ്ഥാപനത്തിൽ വീണ്ടും മോഷണം. ജനറേറ്ററിന്റെ കോപ്പർ വയറുകൾ കവർന്നു. അങ്കമാലി ആലുവ റൂട്ടിൽ പ്രവർത്തിക്കുന്ന ക്ലാസിക് മെൻസ് വെയർ എന്ന സ്ഥാപനത്തിലാണ് വീണ്ടും മോഷണം നടന്നത്. സ്ഥാപനത്തിന്റെ ജനറേറ്ററിലേക്ക് ഉപയോഗിച്ചിരുന്ന ഏകദേശം 70 മീറ്ററോളം വരുന്ന കോപ്പർ വയറുകളാണ് മോഷണം പോയത്. സംഭവത്തിൽ ഏകദേശം 20,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇത് സംബന്ധിച്ച സ്ഥാപന ഉടമ ജെയിംസ് പോലീസിൽ പരാതി നൽകി. ഈ സ്ഥാപനത്തിൽ നടക്കുന്ന 3ാമത്തെ മോഷണമാണിത്. പോലീസിൽ പരാതിപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ഉടമ ആരോപിച്ചു. രാത്രികാലങ്ങളിൽ പോലീസിന്റെ പട്രോളിംഗ് ശക്തമാക്കണമെന്നും CCTV ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ച് ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തണമെന്നും മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് NV പോളച്ചൻ ആവശ്യപ്പെട്ടു. അങ്കമാലി പട്ടണത്തിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന മോഷണങ്ങളിൽ ആശങ്കയിലാണ് വ്യാപാരികൾ. നമ്മൾ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത് ഇവിടെ കറണ്ട് ഇല്ല. അപ്പോൾ കറണ്ട് കാരണം എന്താണെന്ന് നോക്കിയപ്പോഴാണ് ബാക്കിൽ നമ്മുടെ ജനറേറ്റർ കടയിൽ നിന്ന് ജനറേറ്ററിൻ്റെ ഒരു ഡിസ്റ്റൻസ് ഏകദേശം ഒരു 70 അടിയോളം ഉണ്ട്. അപ്പോൾ ഈ 70 അടിയോളം വയറുകൾ കംപ്ലീറ്റ് കട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഈ കേസുകൾ നാട്ടിൽ സ്ഥിരമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കേണ്ട ഈ അടുത്ത് തന്നെ ഈ ഇന്നലെ കാലത്ത് തന്നെ അങ്കമാലി ചർച്ചകൾ ഈ കേസ് നടന്നതാണ്. അതിനെ ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കാതെയാണ് കറണ്ട് പോയപ്പോൾ ഈ കാര്യങ്ങളും മനസ്സിലായി കഴിഞ്ഞത്. അപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ അങ്കമാലി നടന്നുകൊണ്ടിരിക്കേണ്ടത് അങ്കമാലി മാത്രമല്ല പല സ്ഥലങ്ങളിലും നടക്കണ്ടാവുമായിരിക്കും. പക്ഷേ പൊതുജനങ്ങൾ ഒരു ചെറിയ കാര്യമാണോ അല്ലെങ്കിൽ ഇതിന് വേറെ സൊല്യൂഷൻ ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് പരാതി പോകണ്ടാവില്ല. ഞാൻ ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട്.
മാത്രമല്ല ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ഈ സെയിം ലൊക്കേഷനിൽ നടക്കണേ. പ്രധാനമായിട്ടും ഒരു പുതിയ തരം മോഷണമാണ് ഇപ്പോൾ ടൗണിൽ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ചെമ്പ് കമ്പിക്ക് കണ്ടമാനം വില കൂടിയേക്കാണ്, പണ്ടത്തെ വിലയല്ല. അപ്പോൾ വളരെ സുഗമമായിട്ട് നമ്മുടെ ജനറേറ്ററിലേക്കുള്ള വയറുകൾ അല്ലെങ്കിൽ പല എർത്തിങ് വയറുകളൊക്കെ ചെമ്പ് കമ്പിയിലാണ് വരുന്നത്. അത് തൂക്കി വിറ്റാൽ കിലോയ്ക്ക് 1600 1700 രൂപ വിലയുണ്ടെന്ന് കേൾക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചില മോഷണങ്ങളിലൂടെ നടക്കുകയാണ്. ഇവിടെ നടന്നേക്കണ മോഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടയുടെ മുൻഭാഗത്തു നിന്ന് ബാക്കിലേക്ക് 70-75 മീറ്റർ അകലെയാണ് ജനറേറ്റർ ഇരിക്കുന്നത്. ആ ജനറേറ്ററിലേക്കുള്ള വയറുകൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കൊണ്ടേക്കണം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത് രാത്രി കാലങ്ങളിൽ മാത്രമല്ല, പകൽ ഇത് സംഭവിക്കാം എന്നുണ്ടെങ്കിൽ കെട്ടിടങ്ങളുടെ സൈഡിൽ ആരും ശ്രദ്ധ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വിജിലൻ്റ് ആവണമെന്നാണ് മർച്ചൻസ് അസോസിയേഷന് പറയാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ വിൽപ്പന കേന്ദ്രങ്ങൾ കൂടി പോലീസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തെ ലഹരി വിമുക്തമാക്കാൻ വേങ്ങൂരിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. കേരളത്തെ ലഹരി മുക്തമാക്കാൻ കൈകോർക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസും വേങ്ങൂർ മർച്ചന്റ്സ് അസോസിയേഷനും സംയുക്തമായിട്ടാണ് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. കേരള പോലീസ് ടീമുകൾ തമ്മിലായിരുന്നു മത്സരം. സുരഭി ടർഫ് കോർട്ടിൽ നടന്ന ഫുട്ബോൾ മത്സരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. അങ്കമാലി നഗരസഭാ ചെയർപേഴ്സൺ റീത്ത പോൾ, വൈസ് ചെയർമാൻ വിൽസൺ മുണ്ടാൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് PC ജേക്കബ്, വേങ്ങൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KP വിനോദ്, സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. റൂറൽ SP KS സുദർശനൻ സമ്മാനദാനം നിർവഹിച്ചു. പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണമയക്കാൻ നല്ല സമയം. ഇന്ത്യൻ രൂപ ഉൾപ്പെടെയുള്ള പ്രമുഖ ഏഷ്യൻ കറൻസികളുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന വൻ ഇടിവാണ് UAE പ്രവാസികൾക്ക് ഉൾപ്പെടെ നേട്ടമാകുന്നത്. UAE ദിർഹവുമായുള്ള വിനിമയ നിരക്കിൽ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് ഇന്ത്യൻ രൂപ താഴ്ന്നു. ഇന്ത്യൻ രൂപയ്ക്ക് പുറമെ ഫിലിപ്പീൻസ് പെസോ, പാകിസ്ഥാൻ രൂപ തുടങ്ങിയ ഏഷ്യൻ കറൻസികളും ദിർഹത്തിനെതിരെ മൂല്യമിടിവ് നേരിടുന്നുണ്ട്. ഏറ്റവും പുതിയ വിനിമയ നിരക്ക് പ്രകാരം ഒരു ദിർഹത്തിന് 26 രൂപ 23 പൈസ എന്ന ഉയർന്ന നിരക്കാണ് പ്രവാസികൾക്ക് ലഭിക്കുന്നത്. മുൻ ദിവസത്തെ 26 രൂപ 19 പൈസയിൽ നിന്നാണ് രൂപയുടെ മൂല്യം വീണ്ടും കുറഞ്ഞത്. കുറഞ്ഞ ദിർഹം അയക്കുമ്പോൾ തന്നെ നാട്ടിൽ കൂടുതൽ തുക ലഭ്യമാകും എന്നതാണ് ഇതിന്റെ പ്രധാന ആകർഷണം. നിലവിലെ ഉയർന്ന വിനിമയ നിരക്ക് പരമാവധി പ്രയോജനപ്പെടുത്താനാണ് പ്രവാസികളുടെ നീക്കം. കൈവശമുള്ള തുകയുടെ ഒരു ഭാഗം ഉയർന്ന നിരക്ക് ലഭിക്കുന്ന ഇപ്പോൾ തന്നെ നാട്ടിലേക്ക് അയക്കുകയും വിപണിയിലെ വ്യതിയാനങ്ങൾ നിരീക്ഷിച്ച് നിരക്കിൽ കുറവുണ്ടാകുന്നത് അനുസരിച്ച് അയക്കാൻ ദിർഹം കരുതി വയ്ക്കുന്നവരുമുണ്ട്. രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇന്ത്യയിലെ സാമ്പത്തിക മേഖലയ്ക്കും ഇറക്കുമതിക്കും വലിയ തിരിച്ചടിയാണെങ്കിലും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ഇത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. കൊരട്ടിയിൽ വീട്ടുമുറ്റത്ത് ഉണക്കാനിട്ട ജാതിക്ക മോഷ്ടിച്ച കേസിൽ പശ്ചിമ ബംഗാൾ സ്വദേശി അറസ്റ്റിൽ. പശ്ചിമ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 23 വയസ്സുള്ള ഹസനെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊരട്ടി കിഴക്കുമുറി വഴിച്ചാൽ സ്വദേശിനി തട്ടിൽ വീട്ടിൽ ശില്പയുടെ വീട്ടുമുറ്റത്തിൽ നിന്നാണ് 10,000 രൂപയോളം വില വരുന്ന 18 കിലോ ജാതിക്ക പ്രതി മോഷ്ടിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12-നും 2-നും ഇടയിലായിരുന്നു സംഭവം. സംഭവ ദിവസം പരാതിക്കാരിയുടെ സഹോദരൻ പ്രദേശത്ത് ഒരാളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടിരുന്നു. തുടർന്ന് കൊരട്ടി, ചിറങ്ങര പ്രദേശങ്ങളിലെ മലഞ്ചരക്ക് വ്യാപാരികളിൽ നടത്തിയ അന്വേഷണത്തിൽ ചിറങ്ങരയിലുള്ള ഒരു കടയിൽ അന്യസംസ്ഥാന തൊഴിലാളിയായ ഒരാൾ ജാതിക്ക വിൽക്കാൻ വന്നതായി അറിയാൻ സാധിച്ചു. ഇവർ ഉടൻ തന്നെ വിവരം പോലീസിനെ അറിയിക്കുകയും പ്രതി വീണ്ടും വന്നാൽ വിവരം നൽകാൻ പോലീസ് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചിറങ്ങരയിലെ കടയിൽ മോഷ്ടിച്ച ജാതിക്ക വീണ്ടും വിൽക്കാനായി എത്തിയപ്പോഴാണ് പ്രതി പിടിയിലായത്. കൊരട്ടി പോലീസ് സ്റ്റേഷൻ SI CP ഷിബുവും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികളുടെ നൂറ്റാണ്ട് എന്ന സന്ദേശമുയർത്തി തൃശൂരിൽ ലിറ്റിൽ റൈറ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുന്നു. കുട്ടികളിലെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെപ്റ്റംബർ 12, 13 തീയതികളിൽ തൃശൂർ ജവഹർലാൽ ബാലഭവനിൽ സംസ്ഥാനതല ബാലസാഹിത്യ പ്രതിഭാ സംഗമം നടത്തുന്നതെന്ന് സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് GL അരുൺ ഗോപി അറിയിച്ചു. UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ക്യാമ്പിൽ പങ്കെടുക്കാം. സാഹിത്യരചനയിൽ താല്പര്യമുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. നാളിതുവരെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ സ്വന്തമായി പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളവർക്കും സ്കൂൾ പാഠ്യപദ്ധതിയിൽ സ്വന്തം സാഹിത്യരചനകൾ ഉൾപ്പെട്ട് അച്ചടിച്ചു വന്ന കുട്ടികൾക്കും മാത്രമാണ് ക്യാമ്പിൽ പങ്കെടുക്കുവാൻ അർഹതയുള്ളത്. താല്പര്യമുള്ള കുട്ടികൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ 2 കോപ്പികൾ, ഫോൺ നമ്പർ, മേൽവിലാസം എന്നിവ സഹിതം ഓഗസ്റ്റ് 16-നകം നേരിട്ടോ തപാലിലോ അപേക്ഷ സമർപ്പിക്കണം. പ്രശസ്ത സാഹിത്യകാരന്മാർ, എഴുത്തുകാർ, പ്രസാധകർ എന്നിവർ നേതൃത്വം നൽകുന്ന ക്യാമ്പിൽ രചനാ പരിശീലനം, പ്രസിദ്ധീകരണ സാധ്യതകൾ, സാഹിത്യ സംവാദം എന്നിവ ഉണ്ടായിരിക്കും.
ലഭിക്കുന്ന എൻട്രികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്കായിരിക്കും ക്യാമ്പിലേക്ക് പ്രവേശനം. വിലാസം: ജനറൽ സെക്രട്ടറി, കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതി, തൈക്കാട്, തിരുവനന്തപുരം 14. ഫോൺ 9847464613 9447711814. 2026 ഓണം മേള സ്പെഷ്യൽ റിബേറ്റിനോടനുബന്ധിച്ച് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ് പ്രഖ്യാപിച്ചു. ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 25 വരെയാണ് സ്പെഷ്യൽ റിബേറ്റ് ആനുകൂല്യം ലഭ്യമാകുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി സൗത്തിലെ അനധികൃത നിർമ്മാണം നഗരസഭാ ചെയർപേഴ്സൺ ആലിഷിബുവിന്റെ നേതൃത്വത്തിൽ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് നിർത്തിവെപ്പിച്ചു. സൗത്തില് ഈ കെട്ടിടത്തില് അനധികൃത നിർമ്മാണം ഇപ്പൊ ഏകദേശം ഒരു 3 ആഴ്ചയോളായി. വിയൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമിൽ ഡ്രോൺ സർവൈലൻസ് സംവിധാനത്തിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ട്രയൽ റൺ സംഘടിപ്പിച്ചു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ചുണ്ടാവുന്ന തെറ്റുകൾ അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതി. വൈസ്മാൻ ഇന്റർനാഷണൽ ചാലക്കുടി മെയിൻ ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ 26 ഞായറാഴ്ച ജൂബിലി ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. ക്ലബ് പ്രസിഡന്റ് ജോയ് കരിപ്പായി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റ് 17ാം ബ്ലോക്കിലെ അംഗൻവാടിക്ക് നേരെ വീണ്ടും കാട്ടാനാക്രമണം. അങ്കമാലി വ്യാപാര സ്ഥാപനത്തിൽ വീണ്ടും മോഷണം. ജനറേറ്ററിന്റെ കോപ്പർ വയറുകൾ കവർന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തെ ലഹരി വിമുക്തമാക്കാൻ വേങ്ങൂരിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.